ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എറർ ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അതായത് FF ഗെയിമിംഗ് എന്നുള്ള ഗൈസ് നമ്മൾ എറർ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ എന്തായാലും ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അല്ലാതെ വേറെ ചാനലൊന്നുമല്ല, പേര് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ എടുക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഫ്രീ ഫയറിൽ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഗൈസ് ഒരു വീഡിയോ ആണിത്. അതായത് ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത്, ഈ ഒരു വീഡിയോ മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നത് ബിഗിനേഴ്സിന് വേണ്ടി. ഓക്കെ, അതായത് ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയ ബിഗിനേഴ്സിനാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം തന്നെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബിലേക്ക് ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആരും നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യുന്നത്, അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ വരേണ്ടത് ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇത് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ഗൈസ്, ഇത് ബിഗിനേഴ്സ് മാത്രം ഇന്ന് കണ്ടാൽ മതി. കാരണം ഗൈസ്, നമ്മളെ പ്രോ പ്ലേയേഴ്സൊക്കെ വന്ന് എന്നെ കളിയാൻ ഗൈസ്, നീ എന്ത് കാണിക്കും, നിനക്ക് ഫസ്റ്റ് കളി പഠിച്ചൂടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗൈസ് അവന്മാർ വന്ന് കളിയാക്കുക. അതുകൊണ്ടാണ് ഗൈസ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ കളി തുടങ്ങുന്ന സമയത്താണ് ഗൈസ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബാക്കിയെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഡയറക്റ്റ് കളി തുടങ്ങാതെ നിങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസേർട്ടാണ് ഗൈസ് എടുക്കുക. കണ്ടോ, ഒരു ഹെഡ് ഗൈസ്. പിന്നെ പല പല ഡ്രാഗിങ് സെക്ഷനാണ് ഗൈസ് വരുന്നത് ഗൈസ്. ഒന്നാമത്തെ ഡ്രാഗ്, സ്ട്രെയിറ്റ് ഡ്രാഗ്, ഡൗൺ ഡ്രാഗ്, ഓപ്പോസിറ്റ് ഡ്രാഗ്. ഓക്കെ ഗൈസ്, 3 ഡ്രാഗിങ് സെക്ഷനാണ് ഗൈസ്. ഇപ്പം ഞാൻ കാണിക്കുക സ്ട്രെയിറ്റ് ഡ്രാഗാണ്. ഓക്കെ ഗൈസ്, അത് കൊണ്ടില്ല. ഓക്കെ, അതുകൊണ്ട് സ്ട്രെയിറ്റ് ഡ്രാഗ്. ഗൈസ്, ഡൗൺ ഡ്രാഗ് എന്ന് വെച്ചാൽ ഗൈസ്, നമ്മളിപ്പം ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കുകയെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ഡ്രാഗ്, അതാണ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഡൗൺ ഡ്രാഗ്. അപ്പോൾ അങ്ങനെ ഡ്രാഗിങ് സെക്ഷൻ 3 ഗൈസ് വരുന്നത്. ഓക്കെ, എന്നിട്ട് അപ്പോൾ സ്ട്രെയിറ്റ് ഡ്രാഗ്, ഡൗൺ ഡ്രാഗ്, ഓപ്പോസിറ്റ് ഡ്രാഗ്. അപ്പോൾ അങ്ങനെ 3 ഡ്രാഗിങ്ങാണ് വരുന്നത് ഗൈസ്. നമ്മൾ കറക്റ്റ് എനിമി നമ്മുടെ നേർക്കാണ് വരുന്നത്. ഞാൻ ഇപ്പം മുമ്പ് കാണിച്ച സ്ട്രെയിറ്റ് ഡ്രാഗ് ആണ് ഗൈസ് എടുക്കേണ്ടത്. അഥവാ നമ്മളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിമി വരികയാണെങ്കിൽ അത് ഇങ്ങനെ ഒരു ഡൗൺ ഡ്രാഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അഥവാ കറക്റ്റ് നേരെ എനിമി വരുന്നെങ്കിൽ മാത്രം സ്ട്രെയിറ്റ് ഡ്രാഗ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ 4 ഗൺസാണ് ഗൈസ് എങ്ങനെ ഹെഡ് ഷൂട്ട് അടിക്കാൻ നോക്കാനായിട്ട് പോകുന്നത് ഗൈസ്. 1 ഡെസേർട്ട്, വുഡ് പക്കർ, M187, AC-80, MP40 ഗൈസ്. 5 ഗൺസ്, സോറി 5 ഗൺസാണ്. ഞാൻ മുമ്പ് 4 പറയുന്നത് ഗൈസ്. അപ്പോൾ 5 ഗൺസാണ് ഗൈസ് നമ്മൾ എങ്ങനെ ഹെഡ് ഷൂട്ട് അടിക്കാനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഗൈസ്. MP40 പിന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ കുത്തിപ്പിടി. അപ്പോൾ അത് നമ്മൾ എന്നാലും നല്ലോണം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഡ്രാഗിങ് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡ്രാഗിങ് ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിറ്റ് ഡ്രാഗ് ജസ്റ്റ് ഒന്ന് എയിം ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, എയിം ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കുറേ നേരം ഒരേ ഇത് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലോണം നിങ്ങളുടെ ഡ്രാഗിങ് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാം. അത് മാത്രമല്ല നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് നല്ലോണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ നല്ലോണം കളി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് അതുപോലെ തന്നെ ഡ്രാഗിങ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വുഡ് പക്കർ എടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും വുഡ് പക്കർ എടുത്തിട്ട് വേണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എടുത്ത കോമ്പോ എന്ന് വെച്ചാൽ ഗൈസ് MP40 പിന്നെ SVD ആണ്. പിന്നെ ഡെസേർട്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. MP40, SVD അതുപോലെ തന്നെ ഡെസേർട്ടും ആണ് ഗൈസ് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗണ്ണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് യുദ്ധക്കളത്തിലോട്ട് പോകാം ഗൈസ്. വുഡ് പാക്കറിനെക്കാളും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഗണ്ണാണ് SVD വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹെഡ് ഷൂട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. കാരണം ഗൈസ് നമ്മൾ പറഞ്ഞ് തീർന്നില്ല, അപ്പോഴത്തേക്ക് നമ്മൾ ഒരു തടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റിയൽ ഗെയിം പ്ലേ നമ്മൾ ഇനി എടുക്കും. ഓക്കെ, മിക്കവാറും നമ്മൾ ഇനിയിപ്പോൾ എടുക്കേണ്ട വരും. കാണും ഉമ്മരെ കാണാൻ ഗൈസ്. കണ്ടു MP40 വെച്ച് നിങ്ങൾ കുത്തിയാണ്ട് പിടിക്കാനാണ്. അല്ലേ നിങ്ങൾ ആ ഒരു മൂവ്മെൻറ്റ് സ്പീഡ്, ഞാൻ ഒരു ഗ്ലൂ വാൾ ഇട്ടിട്ട് ഇറങ്ങി വന്ന ഒരു സ്പീഡ് ഉണ്ട് ഗൈസ്. അതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡെസേർട്ട് വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് ഗൈസ്. കയറുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ സ്റ്റെവിൻ്റെ എയിം ഒന്നും ലോക്ക് ആവുന്നില്ല, അതുകൊണ്ടാണ് ഗൈസ് മെയിനായിട്ട് കയറാതെ. ഓക്കെ ഗൈസ്, അവിടെ നിന്ന് ഒരുത്തൻ കുറച്ച് ഡാം കൊടുത്തുകൊണ്ടായിരിക്കണം എനിക്ക് ആ ഒരു കില്ല് കയറിയത് ഗൈസ്. എന്തായാലും നമ്മൾ റഷ് അടിച്ചിട്ട് ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ വെച്ച് അവൻ അവിടെ ആയിരിക്കും ഗൈസ്. കണ്ടോ, 55 ഹെഡ് ഷോട്ടൊക്കെ കയറുന്നുണ്ടാവും. മിക്കവാറും ഇപ്പോൾ നമ്മളെ കൊല്ലും ഗൈസ്. ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കണം. മൂവ്മെൻറ്റ് സ്പീഡ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഡ്രാഗിങ് സ്പീഡ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ UMP വെച്ചിട്ടാണ് ഈ സമയത്ത് ഒരു അടിയിലേറിയ UMP ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇനി ഒറിജിനൽ ഗെയിം പ്ലേ ഒക്കെ എടുത്താൽ ഒരു ഹെഡ് കണ്ട ഹെഡ് ഷോട്ട് ഒക്കെ അടിക്കാൻ ഇത്ര സിമ്പിളാണ്. നിങ്ങൾ ഫസ്റ്റ് ഡ്രാഗിങ് പഠിക്കുക, അതുപോലെ മൂവ്മെൻറ്റ് സ്പീഡൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ആക്കിയാൽ മതി ഗൈസ്. ഓക്കെ, അതുപോലെ 3-4 പേരാണ് ഗൈസ് പുറമെ കാരണം എനിക്ക് എവിടെ നിന്നാന്ന് പോലും അറിയത്തില്ല ഗൈസ്. ഉമ്മാരങ്ങ് അടിച്ചിടുക, എവിടെ നിന്നാന്ന് പോലും അറിയത്തില്ല അടി വരുന്നത്. ഉമ്മാർ എവിടെ നിന്നൊക്കെ വന്നങ്ങ് അടിക്കുക ഗൈസ്. ഓക്കെ, എനിക്കറിയത്ത പോലും ഇല്ലാണ്ടോ കണ്ടോ 7 ഹെഡ് ഷോട്ട് കയറി. ഇത്രയൊക്കെ ആണ് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡ്രാഗിങ് സ്പീഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാതാണ്ട് ഞാൻ റിസൾട്ട് വെച്ച് അടിയായിട്ട് നോക്കുന്നുണ്ട്. അവന്മാർ കുത്തിപ്പിടിക്കാൻ തസൂയക്കാരുടെ അവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും അവന്മാർ ഇങ്ങോട്ട് റഷ് അടിക്കും കേസ് എന്നെ കണ്ടാലും.
നമുക്ക് നോക്കാം. അതാണ് പറഞ്ഞെത്തിയെന്ന് കണ്ടോ, ഇവന്മാർക്ക് ഇങ്ങനെ റഷ് അടിക്കുകയാണ്. ഇങ്ങനെ പെട്ടെന്ന് റഷ് അടിച്ച് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു 1v4 സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ട അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. അപ്പോൾ ഗൈസ് അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത്. അതുപോലെ ഗൈസ് കണ്ടോ ഗൈസ്, ഈ ഒരു ഗണ്ണിന്, അതായത് അവൻ്റെ ഇരിക്കുന്ന ആ ഒരു ഗണ്ണിൻ്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ആ ഒരു ഗണ്ണിന് എന്താണ് പറയുക, ഇവോ ഉണ്ട്, അതിൽ സ്കിന്നുണ്ട്. അപ്പോൾ സ്കിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം പവർ കൂടുക ഒരു ഗണ്ണിന്. അതുപോലെ സ്കിന്നുണ്ടെങ്കിലും ചിലവന്മാർക്ക് കളിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഗെയിമിംഗ് ആണ് ഇമ്പ്രൂവ്മെൻ്റ് ആക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇവോ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നല്ലോണം കളിക്കറിയാൻ കേസ് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് സ്കിന്നുണ്ടെങ്കിൽ കളിക്കാൻ അറിയണം. ഓക്കെ, അല്ലാതെ ചുമ്മാ നിങ്ങൾ എന്താ കുറേ ഡയമണ്ടൊക്കെ പൊട്ടിച്ച് ഗണ്ണിന് ഇവോ ഗണ്ണ് അല്ലാതെ ഗൺ സ്കിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, കളിക്കറിയണം. അപ്പോൾ നമ്മൾ എന്തായാലും കേസ് വേറെ ഒരു ഗണ്ണ് നോക്കാം. ഓക്കെ, നമുക്ക് AC8 എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഗണ്ണ് എടുക്കാം. ഈ ഒരു ഗണ്ണ് വെച്ച് ഇതുവരെ കളിച്ചില്ല. കാരണം ഇതൊരു സ്നൈപ്പർ ഗണ്ണാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എടുത്തിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് മാറ്റാം. AC8 എടുക്കാനാണ് പോയത്, പക്ഷെ എടുത്തപ്പോൾ മാറിപ്പോയി. എന്നാലും ഈ ഒരു ഗണ്ണ് വെച്ച് കളിക്കാറുന്നതിൽ ഉണ്ട് ഗൈസ്. ഓക്കെ, AC8 എടുക്കുക. ഇതെവിടെ AC8? ഓക്കെ ഉണ്ട് AC8 ആ ഡേസ് ഗണ്ണ്. ഓക്കെ ഓക്കെ, ആ ഡേസ് കണ്ടോ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു മൂവ്മെൻറ്റ് സ്പീഡ് അത് ഇതെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ എടുക്കേണ്ട, ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളും നിങ്ങളൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ആണോ, ആ ഒരു മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ നാളെ ഇങ്ങനെ ഒരു യുദ്ധക്കളത്തിലൂടെ പറയാനായിട്ടാണ് നമ്മളവിടെ നിന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഒരു ഗെയിം പ്ലേ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് വെച്ചിട്ടൊരു ഗെയിം പ്ലേ ഒന്ന് നിങ്ങൾ കാണുക. പറഞ്ഞതിന് ശേഷം വന്ന് ഇറങ്ങില്ല, അപ്പോഴത്തേക്കും ഒരു നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ റിവൈവ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കളിക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഓക്കെ, ഗൈസ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നപ്പോഴാണ് സുൽത്താൻ കണ്ട അവനെ കുത്തിപ്പിടിച്ച് അവിടെ നോക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ തസൂക്കാരുടെ പോയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആണെങ്കിൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാണുന്നതിന് ബൈ ബൈ. അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഗെയിം പ്ലേയും കൂടെ ഒന്ന് കാണും. ഓക്കെ, അതാണ്ട് സുൽത്താൻ ആ ഒരു വരെയൊക്കെ ഓടി പോകുന്നുണ്ട്. ഓക്കെ, അവൻ നമ്മളെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ബൈ ബൈ.